അല്ല, ആന്റിയെ ജോലി ഏൽപ്പിക്കുമ്പോ അയാളുടെ പ്രതികരണം എന്തായിരുന്നു? ആ, വലിയ സന്തോഷത്തിലാ ഏറ്റെടുത്തത്. ആ, എങ്ങനെയെങ്കിലും വീടിനകത്തൊന്ന് കയറിപ്പറ്റാൻ നോക്കിയിരിക്കായിരുന്നില്ലേ. പക്ഷേ നല്ല രീതിയിൽ പാചകം ചെയ്യാനുള്ള സാധ്യതയില്ല. പണ്ട് ചായയിലൊന്ന് പഞ്ചസാര ഇട്ട് ഇളക്കാൻ പറഞ്ഞ അതുപോലും ചെയ്യാത്ത മനുഷ്യനാ. ആന്റി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം ഒറ്റയാൻ ജീവിതം ആയിരുന്നില്ലേ, അതും ഗൾഫില്. അവിടെ വെച്ച് കുക്കിംഗ് ഒക്കെ പഠിച്ചു കാണും. അല്ലെങ്കിലേ ആ ജോലി അയാൾ ചോദിച്ച് വാങ്ങില്ല. അയ്യോ, ഇനി പണിയാകൂ ഹർഷേ. നല്ല ആഹാരം കൊടുത്ത ശത്രുക്കളുടെ മനസ്സിൽ പോലും കടന്നുകൂടാന്നാ പണ്ടുള്ളവര് പറയുന്നത്. മക്കളുടെ മനസ്സിൽ കയറി പറ്റാൻ അയാൾക്ക് ഞാൻ തന്നെ വഴി തുറന്നു കൊടുത്തതുപോലെ ആവൂ. പാചകം അറിയാത്തൊരാളെ പാചകക്കാരനാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം ആന്റി. പക്ഷേ ഒരു നല്ല പാചകക്കാരനെ മോശമാക്കാൻ പെട്ടെന്ന് കഴിയും. അതെങ്ങനെയാണെന്ന് ഞാൻ ആന്റിക്ക് പറഞ്ഞു തരണ്ടല്ലോ. അത് വേണ്ട. അവനെ കൊണ്ട് ചക്രശ്വാസം വലിപ്പിക്കാനുള്ള പണിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഹർഷേ. ആ, അങ്ങനെ കുറച്ച് ദിവസം കിടന്ന് കഷ്ടപ്പെടട്ടെ. അപ്പോഴേക്കും നമുക്ക് കൊട്ടേഷൻ കൊടുക്കാനുള്ള ടീമിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. ആ, ഒരുപാട് ലേറ്റ് ആക്കണ്ട ഹർഷേ. ഇപ്പോഴാണെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാനുള്ള പണവും അയാളുടെ ബാഗിൽ തന്നെ ഉണ്ട്. അല്ല ആന്റി, അത് അയാളുടെ ബാഗിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? ആന്റി എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണം. അയ്യോ, ഞാനോ? അതെ, അയാള് കിച്ചണിലായിരിക്കുമ്പോ ആരും കാണാതെ ആന്റി അടിച്ചു മാറ്റിയാ മതി. അയ്യോ, പിന്നെ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും അത് കൊണ്ടുപോയതാണെന്ന് കരുതിക്കോളും. അയ്യോ, അത് വേണോ ഹർഷേ? വല്ല വിധേനയും അതാരെങ്കിലും അറിഞ്ഞാ? എങ്ങനെ അറിയാൻ ആന്റി? ആന്റിയുടെ വീട്ടിലുള്ള ഒരു സാധനം ആരും അറിയാതെ എടുത്ത് മാറ്റാനുള്ള മിടുക്ക് ആന്റിക്കില്ലേ? ആന്റി, അത് മറ്റാരെ ഏൽപ്പിക്കാതെ ആന്റി തന്നെ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലതെന്നാ എനിക്ക് തോന്നുന്നു. ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ കാശ് അയാളുടെ പേരിൽ ഇന്ദ്രൻ ബാങ്കിൽ കൊണ്ടിടുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും കൈക്കലാക്കിയേ പറ്റൂ.